ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ ഞാൻ എണ്ണീറ്റിട്ടുണ്ട്. നമുക്കിന്ന് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കരുതി ഒരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് കുറേ ആയി ഇട്ടിട്ട്. അപ്പോൾ അതെ ഞാൻ നല്ല പഴങ്ങഞ്ഞിയും എന്തുവാ ഉണക്കമീൻ ചമ്മന്തി, സംഭവം ഉണക്കമീൻ ചതച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയും തലേദിവസത്തെ തീയിലും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വീഡിയോ എടുക്കാൻ പോവാൻ. പിന്നെ എന്താ, അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഇനിയപ്പോൾ ആകെ ടാസ്ക് എന്ന് പറയുന്നത് ഏത് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഡ്രസ്സ് കറക്റ്റ് കിട്ടിയാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഷോൾ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് നേരം സമയം കളയും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ കയ്യിൽ കിട്ടുന്നത്. പിന്നെ അത് നോക്കി അങ്ങനെ ഒരു നിപ്പ് ചിലപ്പം കുറേ നേരം അങ്ങ് നിൽക്കും. പിന്നെ ആയിരിക്കും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് റിയലൈസ് ചെയ്തിട്ട് പിന്നെ റെഡി ആവാൻ തുടങ്ങുന്നത്. റെഡി ആകുന്നത് പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ആ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇഹ്സാനെ കൊണ്ട് വീട്ടിലാക്കാനായിട്ട്. നമ്മളിവിടെ രാവിലെ പഴങ്ങഞ്ഞി കുടിച്ചതുകൊണ്ട് ഇഹ്സാൻ അത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പുറത്തോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇല്ല ചാറ്റ് കൊടുക്കും. പോവാ കൊണ്ടുപോയി എടാ, നീ ഒന്നും കഴിച്ചില്ല കേട്ടോ. കഴിച്ചില്ലല്ലോ നീ. പോ. ഞാൻ പോവാ. ഞാൻ പോന്ന്. കിടന്നോ കൊല്ലം കിടന്നോ പോട്ട്. ചാറ്റ് കൊടുത്തേരെ പോട്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാ. അടുത്ത് തന്നെ കേട്ടോ, നമുക്ക് അടുത്ത് തന്നെയാണ് വീഡിയോ എടുക്കാനുള്ളത്. നമ്മളൊരു കൊറിയറൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്ലീപ്പിംഗ് കാറ്റ് ഞാൻ ഗീവേ അല്ല, ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആളെയൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഇത് കൊറിയർ കൊടുക്കണം. പിന്നെ അടുത്തൊരു ഗീവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പോവാം ഗൈസ്. നല്ല വിശപ്പ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പഴങ്ങഞ്ഞിയൊക്കെ ദഹിച്ചു കേട്ടോ. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണേ. ഒന്ന് ഫ്രെയിമിൽ നിന്ന് മാറുമോ? നിങ്ങൾ വളർത്തുന്ന ഈ ഒരു പ്രൊമോഷൻ ഷൂട്ട് അത്യാവശ്യം എളുപ്പമുള്ളതൊന്നും അല്ലായിരുന്നു. കാരണം ഈ ഒരു കോംപ്ലക്സ് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. കുറേ തിയേറ്റേഴ്സ് വിസിറ്റ് ചെയ്ത്, അതുപോലെ തന്നെ എന്തായിരുന്നു പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ ഈ നടക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിരി അങ്ങോട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഡിറ്റോറിയം, വെഡ്ഡിങ് ഓഡിറ്റോറിയം ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു തീരുമാനമായി എൻ്റെ കാര്യത്തിൽ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഫുൾ ഒന്ന് അത്യാവശ്യം കവർ ചെയ്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനി എന്തായാലും ഷോർട്സിലൂടെയൊക്കെ എന്തായാലും ഇടുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, വീട്ടിലോട്ട് പോകുക എന്നായിരുന്നു പ്ലാൻ. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു. ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ ചോറ് കഴിക്കാനുള്ളൊരു വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉമ്മച്ചി വാരിത്തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി അങ്ങ് ഇരുന്നു. ഇങ്ങനെ എന്തായാലും വാരിത്തരുന്നില്ലേ, അപ്പോൾ പിന്നെ കഴിച്ചോളൂ. വാരി തരുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത്ര വിശപ്പില്ലെങ്കിലും വാരി തന്നാൽ നമ്മൾ കഴിക്കും. അത് ഒരു നിയമമാണ്. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ആയിരുന്നു വർക്ക്. അതുകൊണ്ട് വലിയ ടാസ്കിലായിരുന്നു. കുറേ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനെ, കാരണം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നമ്മൾ വീട്ടിൽ പോയി നമ്മൾ ഒരുക്കാൻ തുടങ്ങി. ഇതിപ്പോൾ മെഹന്തി നൈറ്റ് മേക്ക് ഓവർ ലുക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ലെൻസ് വെക്കുമ്പോൾ എന്തായാലും കണ്ണിലൊരു ഇറിറ്റേഷനും അതുപോലെ തന്നെ വെള്ളമൊക്കെ വരും. അപ്പം ചില ബ്രൈഡ്സൊക്കെ അങ്ങ് പേടിക്കും, അയ്യോ ഇറിറ്റേഷൻ ആണല്ലോ എന്ന്. പക്ഷേ മേക്കപ്പിൻ്റെ പകുതിയൊക്കെ ആകുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. ഇതിപ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഡൂയി മേക്കപ്പ് ലുക്കാട്ടോ കൊടുക്കുന്നത്. മെഹന്തി നൈറ്റ് ആണ്. സാരി ലുക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ആ ടൈമിൽ ചൂസ് ചെയ്തു. 2 ഹെയർ സ്റ്റൈൽ ചേരുന്നുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടും ചൂസ് ചെയ്തു, ഒന്ന് മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് എന്തായാലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബ്രൈഡിൻ്റെ പേര് ഹാജറ എന്നാട്ടോ. നമ്മൾ പണ്ട് ഒരുമിച്ച് പള്ളിയിലൊക്കെ ഒരുമിച്ച് പഠിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വെഡ്ഡിങ് ലുക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും കൂട്ടാനുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കാനുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ വെക്കാൻ നോക്കിയപ്പോൾ എക്സ്റ്റൻഷൻ വേണ്ട, വെഡ്ഡിങ്ങിന് എക്സ്റ്റൻഷൻ മതി, ജസ്റ്റ് ഒരു നോർമൽ ഹെയറിൽ കേൾസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി നമ്മൾ 1 സൈഡ് പ്ലീറ്റ് ഇട്ടിട്ട്
ജസ്റ്റ് ഇങ്ങനെ ഒരു ഫാൻസി സാരി ആയതുകൊണ്ട് നമുക്ക് അധികം ഡ്രേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു മോഡലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. നമ്മുടെ വീട്ടിൽ മെഹന്തിയുടെ ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. ഞാൻ അത്ര മെഹന്തി ആർട്ടിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും ചേച്ചി ഇതുപോലെ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. ഇതിലൊരു കോയിൻസിഡൻസ് എന്ന് പറയാനായിട്ട് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിരുന്ന ഒരു മെഹന്തി ഡിസൈനും ആ ചേച്ചി കൊണ്ടുവന്ന ഡിസൈനും സെയിം തന്നെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾ എന്തായാലും ഇടാമെന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3.5-4 മണിക്കൂർ, അതായത് ഒരു 6:30 തുടങ്ങിയപ്പം രാത്രി 9:30 ആയപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ഇനി കൊച്ചിയിലോട്ട് പോകാണ്ട് 2-3 ദിവസത്തേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തു. 10-11 മണി ആയപ്പോഴാണ് ഈ ഒരു ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് മെഹന്തി നൈറ്റിന് ഒരുക്കി ആ ബ്രൈഡിനെ നമുക്ക് ഒരുക്കാനുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കൊച്ചിയിലോട്ട് പോകാനായിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ടാറ്റാ.